ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനെ ഒരു പെർമുട്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പെർമുട്ടേഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് n is the number of ways 5 different employees can sit into 4 indistinguishable offices. ആ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. where any office may have any number of person including 0, then n equal to. എടാ, നമ്മുടെ കയ്യിൽ 5 പേഴ്സൺസ്, 5 ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്. ഈ 5 ആൾക്കാരെ 4 ഓഫീസിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ 4 ഓഫീസിലേക്ക് മാറ്റണം. ഓക്കെ, 5 ആൾക്കാരെ 4 ഓഫീസിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഓഫീസുകളെല്ലാം സെയിം ഓഫീസാണ്. ഓക്കെ, ഓഫീസ് എന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പോൾ ഓഫീസൊക്കെ എന്താണ്? സെയിം ആണ്. അങ്ങനെയെങ്കിൽ എത്ര നമ്പർ ഓഫ് വേസ് ഇത് പോസിബിൾ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടാണ്. 5 ആൾക്കാർ 4 ഓഫീസ്, 5 ആൾക്കാരെ 4 ഓഫീസിലേക്ക് എത്ര വിധത്തിൽ മാറ്റാം? അവിടെ എന്താണ്? ഓഫീസുകൾ മൊത്തം ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഓക്കെ, പിന്നെ ഓരോ ഓഫീസിൽ ആൾക്കാരില്ലെങ്കിൽ പ്രശ്നമല്ല. അതായത് ഇപ്പം 5 ആൾക്കാരെയും ഒരു ഓഫീസിലേക്ക് മാറ്റി ബാക്കി 3 ഓഫീസും വേക്കൻ്റ് ആയാലും പ്രശ്നമല്ല. അതാണ് കൈകാര്യം ചെയ്യേണ്ട കാര്യം. അപ്പം എങ്ങനെയൊക്കെ പോസിബിൾ ആണ്? 5 ആൾക്കാരെ 4 ഓഫീസിലേക്ക് മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഓഫീസിൽ 5 പേര്, ബാക്കി 3 ഓഫീസിൽ 3 പേരുണ്ടായ പോരെ, 0 പേരുണ്ടായ പോരെ, 5 ആൾക്കാർ മാറ്റിയില്ലേ? അല്ലെങ്കിലോ ഫസ്റ്റ് ഓഫീസിൽ 4 പേര്, ഒരു ഓഫീസിൽ 4 പേര്, വേറെ ഓഫീസിൽ ഒരാൾ, ബാക്കി 2 ഓഫീസും എം ടി, അത് പറ്റുമല്ലോ. അല്ലെങ്കിലോ ഒരു ഓഫീസിൽ 3 ആള്, മറ്റു ഓഫീസിൽ 2 ആള്, ബാക്കി 2 ഓഫീസിൽ 0. അഗെയിൻ ഒരു ഓഫീസിൽ 3, 2 ഓഫീസിൽ 1, 0. ദെൻ ഫസ്റ്റ് ഓഫീസ് സെക്കൻഡ് ഓഫീസ് അങ്ങനെ കണക്കില്ല കേട്ടോ. കാരണം എന്താ? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, എല്ലാ ഓഫീസും സെയിം ആണ്. ഓക്കെ, ഇനി എന്താ? 2, 1, 1, 1 പറ്റുമല്ലോ. ഇനിയോ 2, 2, 1, 0 പറ്റുമല്ലോ. ഇത്രയും പോസിബിലിറ്റി അല്ലേടാ അവിടെ ഉള്ളത്. എടാ ഇതേ ഇനി 5, 0, 0 എഴുതുമ്പോൾ 0, 5, 0, 0 എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? എടാ ഇവിടെ ഓഫീസുകൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ് അല്ലെ. ഇതിന്റെ അർത്ഥം എന്താ? ഓരോ ഓഫീസിൽ 5 പേര്, ബാക്കി 3 ഓഫീസിൽ 0 പേര്. ഇതിന്റെ അർത്ഥം ഒന്ന് അതന്നെയല്ലേ? ഓരോ ഓഫീസിൽ 5 പേര്, ബാക്കി 3 ഓഫീസിൽ 0 പേരെന്നല്ലേ? അപ്പൊ ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിന് ടോട്ടൽ എത്ര പോസിബിലിറ്റി ഉണ്ട് നോക്കിയാൽ പോരെ. അപ്പോൾ ആദ്യമായിട്ട് ഓരോ കേസും ഞാൻ എടുക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന് 5 ഓരോ ഓഫീസിൽ 5 പേര്, ബാക്കി 3 ഓഫീസിൽ 0 പേര്. അല്ലെങ്കിലോ 5 ഓരോ ഓഫീസിൽ 4 പേര്, വേറെ ഓഫീസിൽ 1 പേര്, ബാക്കി 2 0. പിന്നെയോ 5, 3, 2, 0, 0. അല്ലെങ്കിലോ 5, 3, 1, 1, 0. അല്ലെങ്കിലോ 5, 2, 2, 1, 0. അല്ലെങ്കിലോ 5, 2, 1, 1, 1 ആണ് അല്ലേ? ഇത് ഗ്രൂപ്പിംഗ് അല്ല. ആക്ച്വലി 5 പേരെ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യല്ലേ ചെയ്യുക, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പിലേക്ക് മാറ്റില്ല ചെയ്യുക. അതിൻ്റെ ആൻസർ അതെങ്ങനെയാണ് ചെയ്യുക നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. എങ്ങനെയാ? 5 പേരെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഇവിടെയോ 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ അല്ലേ? ഇവിടെയോ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരിക. ഇവിടെയോ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. എടാ 1 ഫാക്ടോറിയൽ 2 പ്രാവശ്യം വരുമ്പം എക്സ്ട്രാ ഒരു 2 ഫാക്ടോറിയൽ വരണ്ടേ, ഡിവൈഡ് ചെയ്യണ്ടേ? കാരണം എന്താ? ഈ 1 2 പ്രാവശ്യം വന്നു അല്ലേ? 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. ദെൻ അടുത്ത കേസിലോ ഇവിടെ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. ദ 2 2 പ്രാവശ്യം വന്നുകൊണ്ട് എക്സ്ട്രാ ആര് വരണം? എക്സ്ട്രാ ആര് വരണം? 2 ഫാക്ടോറിയൽ വരണം അല്ലേ? ഇനി ഇവിടെയോ അഗെയിൻ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ, then 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ, then 1 3 പ്രാവശ്യം വന്നുകൊണ്ട് 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ആൻസറാ. ഇനി ഇതെല്ലാം ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. ഇതെല്ലാം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കാം. 5 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്താ? 1 ആണ്. പ്ലസ് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എന്താ? അത് 5 ആണ്. then 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്താ? നമുക്കറിയാം 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലേ? ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 അല്ലേ? ഇത് പോയാൽ 2 ഇൻറ്റു 2 10 ആണ്.
അല്ലേ? അതന്നെയല്ലേ ഇയാൾ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2 അതെന്താണ് 10 ആണ് അല്ലേ? ഇനി ഇതോ അതും 10 അല്ലേ? ഇതെന്താ വരിക 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ എന്താ 5 × 4 × 3 × 2 ഫാക്ടോറിയൽ അല്ലേ? ബൈ 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ സ്ക്വയർ എന്താ 4 അല്ലേ? ഇത് പോയ ബാക്കി എന്താ 15 വരും. എല്ലാം ആഡ് ചെയ്യുക. 5 + 10 15, 15 + 15 30, + 10 40, + 10 50, + 1 51. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്, 51 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ പെർമുട്ടേഷന്റെ ഗ്രൂപ്പിംഗ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓഫീസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇനിയും നമുക്ക് ചോദിക്കാം. സോ ആ കൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, അതും പഠിച്ചു വെക്കുക. ഓക്കെ.